അതുപോലെ തന്നെ മറ്റായത്തുണ്ട്, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അതിൽ അള്ളാന്റെ ശൈലിയാണ് യാ ഇബാദി എന്നാണ്. അത് മുസ്ലിമീങ്ങൾ അഭിസംബോധന ചെയ്ത യാ ഇബാദി പറഞ്ഞാൽ എൻ്റെ ആൾക്കാരെ, കുറച്ചുകൂടി നല്ല മലയാളത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നുള്ള സ്നേഹത്തിൽ ഇബാദി എന്ന് പറയുമ്പോൾ എൻ്റെ എന്താ അറബിയിൽ ദീ എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് ചേർത്ത് വന്നാലോ. എൻ്റെ മക്കൾ, ഒരു വാപ്പ മകനെ വിളിക്കുന്നത് മകനെ എന്നാണല്ലോ. അതുപോലെ എൻ്റെ ആൾക്കാരെ, എൻ്റെ ദാസന്മാരെ ദാസരെ എന്നാണ് വിളിക്കുന്നത് യാ ഇബാദി. അപ്പൊ അതിലെല്ലാ ലോകത്തിലെല്ലാ ഇതുപോലെ ശുദ്ധമലയാളം യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചൊരു മനുഷ്യർ നമ്മുടെ ഭാഷ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സ്നേഹം. ഇതിപ്പോ നമ്മുടെ ഉള്ളൂ, നമ്മുടെ മലയാളത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഒരു അധ്യാപന പേര് നീ എന്ന് വിളിച്ചാൽ ഒരു റെസ്പെക്റ്റിന്റെ പ്രശ്നമാണ്. പക്ഷെ ഇംഗ്ലീഷ് എടുത്ത് നോക്ക്, യു എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. ഓക്കെ. എന്നാൽ അറബിയിലേക്കാ ഉദാഹരണം ഹബ്ബുക്ക, പിന്നെ കലമുക്ക, പടച്ചോനെ വിളിക്കുന്നത്. പടച്ചോനെ പോലും അങ്ങനെയാണ് പറയുന്നത്. അവരെന്നാണ് അമ്പുതങ്ങൾ പോയി നബിതങ്ങൾ പോലും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ അറബി നമ്മുടെ ഭാഷ, നമ്മൾ സ്നേഹഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനും ഇത്രയും സ്നേഹത്തോടെ പഠിച്ചാനല്ല വേറെ ആരും നമ്മുടെ സംസാരിച്ചിട്ടുണ്ടാകാൻ